പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വിദേശ വിനിമയ വ്യവസ്ഥകൾ ലംഘിച്ച് ദുബായിൽ വസ്തു വാങ്ങിയ ഇന്ത്യക്കാർക്കെതിരെ അന്വേഷണം നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദായ നികുതി വകുപ്പിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. വിദേശ വിനിമയ വ്യവസ്ഥകൾ ലംഘിച്ച് ധാരാളം ഇന്ത്യൻ കുടുംബങ്ങൾ ദുബായിൽ വസ്തു വാങ്ങുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഫെമ നിയമലംഘനത്തിനും നടപടിയെടുത്തേക്കാം. ഡെവലപ്പർമാർ ധാരാളം ഓഫറുകൾ നൽകുന്നതിനാൽ ധാരാളം ഇന്ത്യക്കാർ വസ്തു വാങ്ങാൻ അടുത്തിടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിദേശ കറൻസി വിനിമയ വ്യവസ്ഥകൾ അറിഞ്ഞോ അറിയാതെയോ ലംഘിച്ചാണ് പലരും വസ്തു വാങ്ങുന്നത്. വിദേശത്ത് ആസ്തികൾ സ്വന്തമാക്കുന്നതിന് പ്രതിവർഷം $2,50,000 വരെ നിക്ഷേപിക്കാനാണ് RBIയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം വഴി അനുവാദമുള്ളത്. വിദേശ എക്സ്ചേഞ്ചുകൾ, ബ്ലോക്ക് ചെയിൻ ശൃംഖലകൾ എന്നിവ വഴി ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം നടത്തി ഡെവലപ്പർമാർക്ക് കൈമാറി സ്വത്ത് സ്വന്തമാക്കിയവർക്കെതിരെയും നടപടിയുണ്ടാകും. ഇത്തരം ഇടപാടുകൾ ദുബായിൽ വർദ്ധിച്ചു വരുന്നതായാണ് കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് കാനഡ. ഇന്ത്യക്കാരടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ തീരുമാനം വൻ തിരിച്ചടിയാകും. കാനഡയിൽ റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ അടുത്തിടെയുണ്ടായ വിലക്കയറ്റം പരിഗണിച്ചാണ് കാനഡയുടെ സുപ്രധാന തീരുമാനം. 2025 ആകെ 4,37,000 പെർമിറ്റുകൾ മാത്രമാണ് കാനഡ അനുവദിക്കുന്നത്. 2024 അപേക്ഷിച്ച് നോക്കുമ്പോൾ 10% കുറവ് പെർമിറ്റുകൾ അനുവദിക്കും. കഴിഞ്ഞ വർഷം മുതലാണ് കാനഡ വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയത്. വിദ്യാർത്ഥികളുടെ അനിയന്ത്രിതമായ കുടിയേറ്റം രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പൊതുജനാരോഗ്യ മേഖലയിലും വലിയ വിലവർദ്ധനവിന് കാരണമായിരുന്നു. ഇതിന് തടയിടാനാണ് സർക്കാരിന്റെ നീക്കം. 2023 6,50,000 വിദേശ വിദ്യാർത്ഥികൾക്കാണ് കാനഡ പെർമിറ്റ് നൽകിയത്. രാജ്യത്തിലേക്കുള്ള എക്കാലത്തെയും വലിയ കുടിയേറ്റമായിരുന്നു ഇതെന്നാണ് കണക്കുകൾ. കാനഡയുടെ പുതിയ തീരുമാനം ഇന്ത്യക്കാരടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് വൻ തിരിച്ചടിയായി മാറിയേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ലേബർ കാർഡുകളിലെ സാമ്പത്തിക കുടിശ്ശിക ഒഴിവാക്കും. 60 ബില്യൺ റിയാലിന്റെ പാക്കേജിന് മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാനിലെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സാമ്പത്തിക ഇളവുകളും ഒത്തുതീർപ്പുകളും ഉൾപ്പെടുന്ന പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ലേബർ കാർഡുകളുമായി ബന്ധപ്പെട്ട ഇളവുകൾ പ്രവാസികൾക്കും തൊഴിലുടമകൾക്കും ഉപയോഗപ്രദമാണ്. 7 വർഷത്തേക്ക് കാലാവധിയുള്ള ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ടാൽ കാർഡ് ഉടമകൾ തൊഴിൽ മന്ത്രാലയത്തിന് നൽകാനുള്ള പിഴത്തുകകൾ റദ്ദാക്കും. 2017 അതിനു മുൻപുള്ള വർഷങ്ങളിലെയും വരുത്തിയിട്ടുള്ള സാമ്പത്തിക കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്ന് ബിസിനസ്സുകളെയും വ്യക്തികളെയും ഒഴിവാക്കി. ബിസിനസ് അവസാനിപ്പിച്ച കമ്പനികളിലെ തൊഴിലാളികളെ നാടുകടത്തുകയോ അല്ലെങ്കിൽ അവരുടെ സേവനം മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്താൽ അവർക്കെതിരെയുള്ള ബാധ്യതയും എഴുതിത്തള്ളും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE ഗോൾഡൻ വിസ വിപുലീകരിക്കുന്നു. വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, അതിസമ്പന്നർ എന്നീ വിഭാഗങ്ങളിലെ പ്രതിഭകൾക്കും ഇനി ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. കഴിഞ്ഞ ഒരു വർഷമായി UAE ഗോൾഡൻ വിസ പ്രോഗ്രാം വിപുലീകരിച്ചു. സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണലുകൾക്കും അതിസമ്പന്നരായ വ്യക്തികൾക്കും ദീർഘകാല റെസിഡൻസി വ്യാപിപ്പിച്ചു. ദുബായ് സ്കൂളുകളിലെയും സർവകലാശാലകളിലെയും അധ്യാപകർക്ക് ഇപ്പോൾ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. എമിറേറ്റിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കാണ് ഈ ദീർഘകാല റെസിഡൻസി നൽകുന്നത്. വിസ ലഭിക്കുന്നവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാം. 10 വർഷമാണ് ഗോൾഡൻ വിസ കാലാവധി. ഗെയിമിംഗ് വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും ഗോൾഡൻ വിസ ലഭ്യമാണ്. വിസയ്ക്കായി അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾ ആദ്യം ദുബായ് കൾച്ചറിൽ നിന്നുള്ള അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നേടുകയും 25 വയസ്സിന്റെ കുറഞ്ഞ പ്രായപരിധി പാലിക്കുകയും വേണം. അബുദാബിയിലെ ആഡംബര നൗക ഉടമകൾക്ക് ഇപ്പോൾ ഗോൾഡൻ വിസയ്ക്ക് യോഗ്യത നേടാം. യാച്ചിങ് മേഖലയിലെ പ്രധാന എക്സിക്യൂട്ടീവുകൾ, യാച്ച് നിർമ്മാണ കമ്പനികളുടെ ഓഹരി ഉടമകൾ, പ്രധാന ഏജന്റുമാർ, സേവനദാതാക്കൾ, ഇൻഷുറൻസ് എന്നിവരും ഈ സംരംഭത്തിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിപ്പബ്ലിക് ദിനാഘോഷം അബുദാബി ഇന്ത്യൻ എംബസിയിലും ദുബായ് കോൺസുലേറ്റിലും സംഘടിപ്പിക്കും. UAEയിലെ അംഗീകൃത ഇന്ത്യൻ സംഘടനാ ആസ്ഥാനങ്ങളിലും പതാക ഉയർത്തും. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം UAEയിൽ വിപുലമായി ആഘോഷിക്കും. ഇന്ത്യൻ എംബസിയിലും ദുബായ് കോൺസുലേറ്റിലും ജനുവരി 26 പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. ഇന്ത്യൻ എംബസിയിൽ രാവിലെ 8 സ്ഥാനപതി സഞ്ജയ് സുധീറും ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവനുമാണ് ദേശീയ പതാക ഉയർത്തുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം ഇരുവരും വായിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇന്ത്യൻ സംഘടനാ ആസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദുബായ് ഇന്ത്യൻ ഹൈസ്കൂളിലും റിപ്പബ്ലിക് ദിനാഘോഷം നടക്കും. ജനുവരി 26 വാരാന്ത്യ അവധി ദിനമായതിനാൽ കൂടുതൽ പേർ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.